കിഫ്ബിയുടെ ആയുസ് അവസാനിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാർ അവതരിപ്പിച്ച ധവളപത്രം. കിഫ്ബിയെ ഒറ്റയടിക്ക് കൊല്ലില്ല, മറിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലും. ഇതിൻ്റെ ഒരു ഏകദേശ പദ്ധതി സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ധവളപത്രം കിഫ്ബിയെ കാണുന്നത്, എന്തെല്ലാമാണ് കിഫ്ബിക്കെതിരായ കുറ്റാരോപണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കിഫ്ബിയെ ഒരു സമാന്തര സാമ്പത്തിക അധികാര കേന്ദ്രം എന്നാണ് UDF സർക്കാർ പുറത്തിറക്കിയ ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ നെറ്റ് ബോറോയിങ് പരിധി മറികടക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ പരിഹാരമെന്ന നിലയിൽ രൂപീകരിച്ച കിഫ്ബി ഫലത്തിൽ സംസ്ഥാന ബജറ്റിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര സർക്കാരായി മാറിയെന്ന് ധവളപത്രം പറയുന്നു. സ്വന്തമായി പദ്ധതികളുള്ള, അതിൻ്റെ സ്വന്തമായ നടത്തിപ്പ് ചുമതലയുള്ള ഒരു സമാന്തര സംവിധാനമുള്ള രണ്ടാം സർക്കാരായി കിഫ്ബി മാറി. വലിയ തോതിലുള്ള വായ്പയെടുക്കലുകൾ കിഫ്ബി നടത്തി. വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളും അത് ഏറ്റെടുത്തു. പക്ഷേ നിയമനിർമ്മാണ സഭയുടെ മേൽനോട്ടം അതിനുണ്ടായില്ല. ഈ ചെലവുകളിൽ വരുമാനം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ കാഴ്ച ചുരുങ്ങി. സഭയുടെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഉണ്ടായില്ല. കിഫ്ബി വഴി സംസ്ഥാനം നേരിടുന്ന പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങളെ ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സംസ്ഥാനം ഒരു അദൃശ്യ കടക്കണിയിൽ പെട്ടിരിക്കുന്നു എന്നതാണ്. കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക കമ്മിയിൽ കണക്കാക്കപ്പെടുന്നില്ല. ഇതോടെ പൊതുജനങ്ങളിൽ നിന്നും വിപണികളിൽ നിന്നും കേരളത്തിൻ്റെ കടത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി മറയ്ക്കപ്പെടുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ധനകാര്യ അച്ചടക്കത്തെ തകർക്കുന്നു. ധവളപത്രം പറയുന്ന മറ്റൊരു കാര്യം കിഫ്ബി സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ബജറ്റ് വരുമാനത്തെ ഊറ്റിയെടുക്കുന്നു എന്നതാണ്. കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കിഫ്ബി സ്വന്തം വരുമാനം സൃഷ്ടിക്കുന്നില്ല. ഇതിനായി സംസ്ഥാനം മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് പോലുള്ളവയെ വലിയ അളവിൽ കിഫ്ബിയുടെ അക്കൗണ്ടുകളിലേക്ക് വഴിതിരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇത് ബജറ്റ് വരുമാനത്തിൻ്റെ ചോർച്ചയായാണ് പുതിയ സർക്കാർ കാണുന്നത്. ചുരുക്കത്തിൽ കിഫ്ബിയിലൂടെ നടപ്പാക്കപ്പെടുന്ന അടിസ്ഥാന വികസന പദ്ധതികളിലൂടെ പിന്നീട് സൃഷ്ടിക്കുന്ന വരുമാനം ഈ നികുതി വഴിതിരിച്ച് വിടലുകളുടെ നഷ്ടം നികത്തും എന്ന മുൻ ഇടത് സർക്കാരിൻ്റെ സങ്കല്പത്തെ UDF സർക്കാർ ധവളപത്രത്തിലൂടെ നിരാകരിക്കുന്നു. കിഫ്ബിയുടെ ചെലവ് തീരുമാനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും അവരുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം സംസ്ഥാന ധനകാര്യ വകുപ്പിന് വരുന്നു എന്നതാണ് ധവളപത്രം ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം. കടം അടയ്ക്കുന്നതിൽ കിഫ്ബി എന്ത് വീഴ്ച വരുത്തിയാലും തിരിച്ചടവിന് സംസ്ഥാന ഖജനാവ് ബാധ്യസ്ഥമാണ്. 2026 മാർച്ചിലെ കണക്ക് പ്രകാരം കിഫ്ബിയുടെ മൊത്തം വരവായ 74,170 കോടി രൂപയിൽ 26,497 കോടി രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ നികുതി വരുമാനങ്ങളാണ്. മോട്ടോർ വാഹന നികുതിയിൽ നിന്നുള്ള 17,591 കോടിയിലധികം രൂപ കിഫ്ബിയിലേക്ക് പോയി. ഈ കാലയളവിൽ കിഫ്ബി സ്വതന്ത്രമായി എടുത്ത വായ്പ 42,053 കോടി രൂപയാണ്. ഇതിൽ മസാല ബോണ്ടിൽ നിന്നുള്ള വരുമാനമടക്കം വരുന്നു. പ്രധാനമായും ഉയർന്ന പലിശയുള്ള വായ്പകളെയും ബോണ്ടുകളെയും ആശ്രയിച്ചായിരുന്നു ഇത്. കിഫ്ബിക്ക് സർക്കാരിനേക്കാൾ മികച്ച രീതിയിൽ കുറഞ്ഞ പലിശയ്ക്ക് കടം വാങ്ങാൻ കഴിയും എന്ന വാദത്തെയും ധവളപത്രം ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് പട്ടികപ്പെടുത്തി വിശദീകരിക്കുന്നുമുണ്ട് ധവളപത്രം. കിഫ്ബിയുടെ പലിശ നിരക്കുകൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുക്കൽ ചെലവുകളേക്കാൾ ഉയർന്നാണ് എപ്പോഴും നിലനിൽക്കുന്നത്. പലപ്പോഴും 1.5% വരെ കൂടുതലായിട്ടുണ്ട് ഇത്. ഉദാഹരണത്തിന് 2023-24 കാലയളവിൽ സർക്കാരിൻ്റെ കടമെടുപ്പുകളിലെ പലിശ നിരക്ക് 7.43% ആയിരുന്നു. അതേസമയം കിഫ്ബിയുടെ കടമെടുപ്പുകളിൽ 9.15% പലിശ നിരക്ക് വന്നു. കിഫ്ബി എടുത്ത 42,000 കോടിയുടെ വായ്പയിൽ പലിശ 1% കൂടുതലായാൽ പോലും സംസ്ഥാനത്തിന് അത് പ്രതിവർഷം ഏകദേശം 420 കോടിയുടെ പാഴ്ചെലവാണ്. ഇക്കാര്യം ധവളപത്രം വളരെ പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ധവളപത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കിഫ്ബി അസമമായ രീതിയിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്നതാണ്. ഇത് നിയമനിർമ്മാണ സഭയുടെ മേൽനോട്ടമില്ലായ്കയുടെ വലിയൊരു പോരായ്മയായി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പദ്ധതികളിൽ നിലവിലെ CPM നേതൃത്വത്തിൻ്റെ താല്പര്യം കലർന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്ന നിരീക്ഷണങ്ങളാണ് ധവളപത്രം പങ്കുവയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പക്ഷപാതവും ഉണ്ടായി.
സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലേക്കോ വികസനക്കുറവ് ഉള്ള ഇടത്തേക്കോ ആണ് അടിസ്ഥാന സൗകര്യ ചെലവ് പോകേണ്ടിയിരുന്നത് എന്ന് ധവളപത്രം പറയുന്നു. അതിനു പകരം കിഫ്ബിയുടെ പദ്ധതികളിൽ ഭൂരിഭാഗവും കണ്ണൂരിലേക്ക് പോയി. കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നീ 3 ജില്ലകളിലേക്കാണ് കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതലും പോയത്. കണ്ണൂരിലേക്ക് ആകെ പദ്ധതി തുകയുടെ 20.4% പോയി. ഇത് ഏതാണ്ട് 24,406 കോടി രൂപ വരും. തിരുവനന്തപുരത്ത് മാത്രം പദ്ധതി തുകയുടെ 16.7%, തിരുവനന്തപുരത്ത് മാത്രം പദ്ധതി തുകയുടെ 16.7% ചെലവാക്കപ്പെട്ടു. എറണാകുളത്ത് ആകെ പദ്ധതി തുകയുടെ 11.4% ചെലവായി. അഥവാ കിഫ്ബി പദ്ധതികളുടെ ഏതാണ്ട് 50% ഈ 3 ജില്ലകളിലായി ചെലവഴിക്കും. ബാക്കി 50% മാത്രമാണ് മറ്റുള്ള 11 ജില്ലകളിൽ ചെലവഴിക്കപ്പെട്ടത്. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലകളിലേക്ക് പദ്ധതി തുക തുല്യമായി വിഭജിക്കാൻ കിഫ്ബി തയ്യാറായില്ലെന്ന് ധവളപത്രം പറയുന്നു. ജലവിതരണം, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക ക്ഷേമ മേഖലകളിൽ തുല്യമായി ഫണ്ട് വിതരണം ചെയ്തില്ല. പകരം റോഡുകൾക്കും പാലങ്ങൾക്കുമായി കൂടുതൽ ഫണ്ട് ഇറക്കി. 34% ഫണ്ടും കിഫ്ബി ഇറക്കിയത് ഈ മേഖലയിലാണ്. വ്യാവസായിക മേഖലയിലാണ് രണ്ടാമതായി കൂടുതൽ ഫണ്ട് ചെന്നത്. ഇവിടേക്ക് 25% ഫണ്ട് ചെന്നു. ആരോഗ്യ കുടുംബക്ഷേമ മേഖലയിലേക്ക് കിഫ്ബിയുടെ 9% ഫണ്ട് ഇറങ്ങി. കിഫ്ബി ഫണ്ടിൻ്റെ 68% 3 മേഖലകളിലേക്ക് മാത്രമായി നീക്കിവെച്ചു എന്ന് ചുരുക്കം. കിഫ്ബിയിൽ ഗുരുതരമായ ആഭ്യന്തര ക്രമക്കേടുകൾ നടന്നതായും സ്റ്റാറ്റസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. 2017 കിഫ്ബിയുടെ സിഇഒക്ക് എക്സ് ഒഫീഷ്യോ ഗവൺമെൻറ് സെക്രട്ടറി അധികാരങ്ങൾ നൽകിയത് നിയമവിരുദ്ധമാണെന്നാണ് ധവളപത്രത്തിൻ്റെ വാദം. നിയമവിരുദ്ധമായ കോർപ്പറേറ്റ് അധികാരങ്ങളാണ് കിഫ്ബിക്ക് നൽകിയത്. സർക്കാരിൻ്റെ കീഴ്വഴക്കങ്ങളുടെയും സന്തുലിതമായ പ്രവർത്തനത്തിൻ്റെയും ലംഘനമാണ് ഇതുവഴി നടന്നത്. 2025 ഇത് തിരുത്തപ്പെട്ടത്. 2150 കോടി രൂപയുടെ മസാല ബോണ്ട് സമാഹരിക്കാൻ 11 കോടിയിലധികം ചെലവഴിച്ചതിനെയും ധവളപത്രം വിമർശിക്കുന്നുണ്ട്. വലിയ തുക കൺസൾട്ടൻസി ഫീസായി നൽകിയതും ചോദ്യം ചെയ്യപ്പെടുന്നു. കിഫ്ബി പലപ്പോഴും വൻ ലോണുകൾ എടുക്കുകയും അതേ തുക ബാങ്കുകളിൽ കുറഞ്ഞ പലിശയ്ക്ക് സൂക്ഷിക്കുകയും ചെയ്തതിനെ ധവളപത്രം വിമർശിക്കുന്നു. ഇത് സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയായാണ് ധവളപത്രം കാണുന്നത്. ആസൂത്രണമില്ലായ്മയായാണ് ധവളപത്രം പറയുന്നത്. കിഫ്ബിയെ പുതിയ UDF സർക്കാർ കൊല്ലുമെന്ന് തന്നെയാണ് ധവളപത്രം നൽകുന്ന സൂചന. ധവളപത്രം മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് സർക്കാരിൻ്റെ ദൈനംദിന നികുതി വരുമാനം കിഫ്ബിയുടെ എസ്ക്രോ അക്കൗണ്ടുകളിൽ വെച്ച് നടത്തുന്ന തരികിട സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. സംസ്ഥാന തലം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള വായ്പാദാതാക്കളെ കിഫ്ബി ആകർഷിച്ചിരുന്നത് സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ എസ്ക്രോ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്ന കോടികൾ കാണിച്ചായിരുന്നു. ഇനി അത് നടക്കില്ലെന്ന് ചുരുക്കം. കൂടാതെ കിഫ്ബിയുടെ കടം വാങ്ങൽ അധികാരങ്ങൾ ഇല്ലാതാക്കാൻ പ്രത്യേകമായ ശുപാർശയുമുണ്ട്. എസ്ക്രോ അക്കൗണ്ടുകളിലേക്ക് നികുതി പണം എത്തിയില്ലെങ്കിൽ തന്നെ കടം വാങ്ങൽ ശേഷി ഇല്ലാതാകും. ധനകാര്യ വകുപ്പിന് ഇതിലും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കും എന്നതാണ് ധവളപത്രം നൽകുന്ന ശുപാർശ. അഥവാ സംസ്ഥാന സർക്കാർ പണം കടമെടുത്ത് കിഫ്ബിക്ക് കൈമാറും എന്ന് ചുരുക്കം. പദ്ധതികളുടെ നടത്തിപ്പ് ഏജൻസിയായി കിഫ്ബി ചുരുങ്ങും. 2016 കിഫ്ബി നിയമം ഭേദഗതി വരുത്തണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. കിഫ്ബിക്ക് പല വികസന മേഖലകളിലുള്ള ഉയർന്ന വൈദഗ്ധ്യത്തെ സർക്കാർ ഉപയോഗപ്പെടുത്തും. ടെക്നിക്കൽ പ്രോജക്റ്റ് അപ്രൈസലിൽ കിഫ്ബിക്ക് കഴിവുണ്ട്. ഒരു പദ്ധതിയുടെ സാധ്യതകളെ വിലയിരുത്താൻ മികവുള്ള ഒരു സംവിധാനം കിഫ്ബിക്കുണ്ട്. മറ്റൊന്ന് കിഫ്ബിയുടെ IT സംവിധാനങ്ങളാണ്. ഈ പ്രൊഫഷണൽ ടീമുകളെ നിലവിലുള്ള സർക്കാർ വകുപ്പുകളിലേക്ക് നേരിട്ട് ഉൾപ്പെടുത്താം. ഇതിനെല്ലാം പുറമെ കിഫ്ബിയിൽ ഒരു ഫോറൻസിക് ഓഡിറ്റ് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മസാല ബോണ്ടിന് വേണ്ടി വലിയ ചെലവ് നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം അന്വേഷിക്കും. ബാങ്ക് വായ്പകൾ ഉയർന്ന പലിശയ്ക്ക് വാങ്ങിയതും അന്വേഷിക്കാവുന്നതാണ്. നിലവിലെ ചില തടസ്സങ്ങളെ മറികടക്കാൻ പോകുന്ന ഒരു ധീരമായ പരീക്ഷണമായിരുന്നു കിഫ്ബി എന്ന് തന്നെയാണ് ധവളപത്രം പറയുന്നത്. പക്ഷേ ഈ പരീക്ഷണം പരാജയപ്പെട്ടുവെന്നും ധവളപത്രം അഭിപ്രായപ്പെടുന്നു. പുതിയ സർക്കാരിന് ഇത് 56,000 കോടി രൂപയുടെ ഭീമമായ കടക്കണിയിലാക്കിയതായും
ധവളപത്രം ആരോപിക്കുന്നു. കിഫ്ബി ആരംഭിച്ച പദ്ധതികൾ തുടരും, എന്നാൽ കിഫ്ബിയുടെ തുടർന്നുള്ള സ്വതന്ത്ര പ്രവർത്തനങ്ങൾ അവസാനിക്കും.